ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ നാച്ചുറലി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു പുരുഷന് ഒരു മാസ്കുലിൻ നാച്ചർ നൽകുന്നത് അത് ഈ ഒരു ഹോർമോണാണ്. ഈ ഒരു ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ലെവൽ നിങ്ങളുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ നിങ്ങളുടെ മസിൽ ഗ്രോത്ത് കുറയും, ബോൺ ഡെൻസിറ്റി കുറയും, ബിയർഡ് ഗ്രോത്ത് കുറയും, ഇമ്മ്യൂണിറ്റി ലെവൽ കുറയും, സ്റ്റാമിന കുറയും, നിങ്ങളുടെ ബ്രെയിൻ ഫങ്ഷണാലിറ്റിയും കുറയും. അമിതമായിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത്, ഫോൺ കാണുന്നത്, വീഡിയോ ഗെയിംസ് കളിക്കുന്നത്, അഡിക്റ്റീവായിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത്, അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഈ ശീലങ്ങളൊക്കെ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ലെവല് നമ്മുടെ ശരീരത്തിൽ കുറയാൻ കാരണമാകും. സൈക്കോളജിക്കലി ഇത്തരത്തിൽ വീക്ക് മൈൻഡ് സെറ്റുള്ള ആളുകളുടെ ബ്രെയിനിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നുള്ള ഗ്രന്ഥി പിന്നീട് ഈ ഒരു ടെസ്റ്റോസ്റ്റെറോൺ എന്നുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു സിഗ്നൽ അവരുടെ ബോഡിയിലേക്ക് നൽകില്ല. ഇതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ലെവൽ കുറയുകയും ചെയ്യും. സോ ഇനി പറയാൻ പോകുന്ന സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഈ ഒരു 5 ഹാബിറ്റ്സ് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ലെവൽ നാച്ചുറലി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഹാബിറ്റ് നമ്പർ 1, സ്റ്റാർട്ട് വിത്ത് സ്ലോ മോർണിംഗ്. മെജോറിറ്റി ആളുകളും വളരെ ധൃതി പിടിച്ചാണ് അവരുടെ ഒരു ഡേ മോർണിംഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ മോർണിംഗിൽ തന്നെ നിങ്ങൾ വളരെ റഷായിട്ട് മാറുമ്പോൾ ഇത് നിങ്ങളുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്നുള്ള സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കാൻ കാരണമാകും. സോ കോർട്ടിസോൾ എന്നുള്ള ഈ ഒരു സ്ട്രെസ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ലെവൽ കുറയാൻ കാരണമാകും. നോർമലി നമ്മൾ രാത്രി നല്ല രീതിയിൽ ഉറങ്ങുമ്പോൾ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് വർദ്ധിക്കും. ബട്ട് നമ്മൾ രാവിലെ തന്നെ വളരെ ധൃതി പിടിച്ച് റഷായിട്ട് മാറുമ്പോൾ നൈറ്റ് ടൈമിൽ ഇൻക്രീസ് ആയ ഈ ഒരു ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ലെവൽ നമ്മുടെ ബോഡിയിൽ കുറയും. ഇതുകൊണ്ട് തന്നെ ആ ഒരു ഡേ മൊത്തം നിങ്ങൾ കോൺഫിഡൻസ് ഇല്ലാതെ വളരെ വീക്ക് ആൻഡ് ടയേർഡായിട്ട് മാറും. നിങ്ങളുടെ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷനും കുറയും. സോ ഫ്രണ്ട്സ്, ഇനി മുതൽ നിങ്ങളുടെ മോർണിംഗ് വളരെ ധൃതി പിടിച്ച് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. പതിയെ സ്ട്രെസ് ഫ്രീ ആയിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ഇതിനായിട്ട് നിങ്ങൾ രാവിലെ നോർമലി എണീക്കുന്നതിനേക്കാളും അരമണിക്കൂർ മുന്നേ എണീക്കുക. ഈ ഒരു ചെറിയ ഹാബിറ്റ് മോർണിംഗിൽ തന്നെ നിങ്ങളെ സ്ട്രെസ് ഫ്രീ ആക്കി മാറ്റും. കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ നിങ്ങളിൽ സ്റ്റിമുലേറ്റ് ആവുകയും ഇല്ല. സോ ഇതിലൂടെ നിങ്ങൾ രാത്രി മൊത്തം നല്ല രീതിയിൽ ഉറങ്ങി നിങ്ങളുടെ ബോഡിയിൽ പ്രൊഡ്യൂസായ ഹൈ ലെവൽ ടെസ്റ്റോസ്റ്റെറോൺ നിങ്ങളുടെ ബോഡിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. സോ ആ ഒരു ഡേ മൊത്തം നിങ്ങൾക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ടും എനർജറ്റിക് ആയിട്ടും ഇരിക്കാൻ സാധിക്കും. നമ്പർ 2, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഇൻക്രീസ് ടെസ്റ്റോസ്റ്റെറോൺ. ന്യൂ ഇമോഷണൽ സെൽഫ് മാനേജ്മെൻറ്റ് എന്നുള്ള സ്റ്റഡിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോട് റിസർച്ചേഴ്സ് പറഞ്ഞു 1 മാസത്തേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ. ആക്ച്വലി ഇത്തരത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിൻ കെമിക്കൽസിൽ ചില ചേഞ്ചസ് വരികയും ഇത് നമ്മളെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഈ ഒരു റിസർച്ചിലുള്ള ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അവരിൽ കാണാൻ സാധിച്ച മാറ്റം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബോഡിയിൽ DHA എന്നുള്ള ഹോർമോൺ നല്ല രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. DHA എന്നുള്ള ഈ ഒരു ഹോർമോണാണ് പുരുഷന്മാർക്ക് മാസ്കുലിൻ നാച്ചർ നൽകുന്ന ടെസ്റ്റോസ്റ്റെറോൺ എന്നുള്ള ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത്. സോ DHA എന്നുള്ള ഈ ഒരു ഹോർമോൺ ഒരാളിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അയാളിൽ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ലെവലും കൂടുതലായിരിക്കും. സോ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അത് നമ്മളെ സ്ട്രെസ് ഫ്രീ ആക്കി വയ്ക്കും. അതായത് കോർട്ടിസോൾ എന്നുള്ള സ്ട്രെസ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കുറവായിരിക്കും. സോ ഇതിലൂടെ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ലെവൽ നമുക്ക് കൂട്ടാൻ സാധിക്കും. സോ ഈ 2 കാര്യങ്ങളാണ് ആ ഒരു റിസർച്ചിൽ കണ്ടെത്താൻ സാധിച്ചത്. ഇനി നിങ്ങൾ ഡെയിലി രാവിലെ എണീക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ നല്ല കാര്യങ്ങളോടും നിങ്ങൾ മനസ്സറിഞ്ഞ് നന്ദി പറയുക. നിങ്ങളുടെ ലൈഫിനോട് നിങ്ങൾ വളരെ താങ്ക്ഫുള്ളായിട്ട് മാറുക. പിന്നെ നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ്, സ്മാർട്ട് ഫോൺ ഇതൊന്നും ഉപയോഗിക്കാതെ ഇരിക്കുക. കാരണം അതിൽ കാണുന്ന ഫേക്കായിട്ടുള്ള സോഷ്യൽ മീഡിയ ലൈഫുമായിട്ട് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ലൈഫിനെ നിങ്ങൾ കമ്പയർ ചെയ്യും. സോ ഇത് നിങ്ങളിൽ സ്ട്രെസ്സ് കൂടാൻ കാരണമാകും. ഇതിലൂടെ നിങ്ങളുടെ ബോഡിയിലുള്ള ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ കുറയുകയും ചെയ്യും. നമ്പർ 3, ഗെറ്റ് ഇൻ ടു ദ മോർണിംഗ് സൺ. പുരാതന കാലങ്ങളിലെ മനുഷ്യർ അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെജോറിറ്റി ടൈമും അവർ സ്പെൻഡ് ചെയ്യുക പുറത്തായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിലേക്ക് നല്ല രീതിയിൽ സൺലൈറ്റ് ലഭിക്കുമായിരുന്നു. ഇതുകൊണ്ട് തന്നെ നാച്ചുറലി സൺലൈറ്റിൽ നിന്ന് വരുന്ന UVB റേസ് അവരുടെ ശരീരത്തിൽ നല്ല രീതിയിൽ പെടുമായിരുന്നു. ഈ ഒരു UVB റേസിനെ അവരുടെ സ്കിന്നിലുള്ള കെരറ്റിനോസൈറ്റ്സ് എന്നുള്ള സെല്ല് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യും. ഇത്തരത്തിൽ അബ്സോർബ് ചെയ്യപ്പെട്ട UVB റേസ് ബോഡിയിലുള്ള HPG ആക്സിസിനെ ഹെൽപ്പ് ചെയ്യും കൂടുതൽ അളവിൽ ടെസ്റ്റോസ്റ്റെറോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു HPG ആക്സിസ് എന്നുള്ളത് ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി ഗൊണാഡൽ ആക്സിസ് എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം.
അതായത് സ്കിന്നിൽ പെടുന്ന UVB റേസ് നമ്മുടെ ബ്രെയിൻ സിഗ്നൽസിനെ ഒരു പ്രത്യേക പ്രോസസ്സിലൂടെ കടത്തിവിട്ട് അവസാനം നമ്മുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഈ ഒരു ടോട്ടൽ പ്രോസസ്സിനെയാണ് ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി ഗൊണാഡൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. സോ ഇത്രയേറെ കാര്യങ്ങൾ നമ്മുടെ ബോഡി സൺലൈറ്റിൽ എക്സ്പോസ് ആവുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, പുരാതന കാലത്തെ ആളുകൾ അവരുടെ ഗുഹയിൽ നിന്ന് പുറത്തു വന്ന് നല്ല രീതിയിൽ സൺലൈറ്റ് അവരുടെ ബോഡിയിൽ കൊള്ളുമ്പോൾ ഒരു വിഭാഗം ആളുകൾ മാത്രം അവരുടെ ഗുഹ വിട്ട് പുറത്തു വരാതെ സൺലൈറ്റ് ഒന്നും കൊള്ളാതിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവർ മറ്റുള്ളവരെക്കാളും വളരെ വീക്കായിട്ട് മാറും, വളരെ ലോ ടെസ്റ്റോസ്റ്റിറോൺ ലെവലായിരിക്കും അവരുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുക, അല്ലേ? സോ ഇത്തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഇന്നത്തെ മോഡേൺ മെൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വർക്ക്, സ്കൂൾ, കോളേജ് ഇത്തരത്തിൽ മെജോറിറ്റി ടൈമും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഇൻഡോറിലാണ്. സോ ഇത്തരത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ വളരെ ലോ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇനി മുതൽ രാവിലെ അറ്റ്ലീസ്റ്റ് ഒരു 10 to 15 മിനിറ്റെങ്കിലും നിങ്ങൾ സൺലൈറ്റ് നന്നായിട്ട് കൊള്ളുക. ഈ ഒരു UVB റേസ് മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത്. നമ്മൾ രാവിലെ സൺലൈറ്റ് കൊള്ളുമ്പോൾ ആ ഒരു സൺലൈറ്റ് നമ്മളുടെ കണ്ണിലും പെടും. സോ ഇത് നമ്മുടെ കണ്ണിലുള്ള മെലനോപ്സിൻ സെൽസിനെ ഹെൽത്തിയാക്കി മാറ്റും. ഇതും അതെ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള ആനിമൽസിനെയൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരൊക്കെ രാവിലെ തന്നെ സൺലൈറ്റ് കൊള്ളുന്നൊരു സ്ഥലത്ത് പോയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ആനിമൽസ് ആണെങ്കിലും മനുഷ്യനാണെങ്കിലും പണ്ട് മുതലേ ഫോളോ ചെയ്തു വന്ന ഒരു ഹാബിറ്റായിരുന്നു ഇത് എന്നുള്ളത്. ബട്ട് ഇടയ്ക്ക് വെച്ച് എവിടെയോ ഇത് ബ്രേക്കായി പോയി. സോ ഇനി മുതൽ ഡെയിലി നല്ല രീതിയിൽ സൺലൈറ്റ് കൊള്ളുക. നമ്പർ 4, ലേൺ ടു ബ്രീത്ത് പ്രോപ്പർലി. നമ്മുടെ ലോകത്തിലുള്ള 90% ആളുകളുടെയും ശ്വസന പ്രക്രിയ ശരിയായിട്ടുള്ള രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് അമേരിക്കൻ ന്യൂറോ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രൂ ഹ്യൂബർമാൻ പറയുന്നത്. മെജോറിറ്റി ആളുകളും ചില സമയത്ത് അവരുടെ വായയിലൂടെയാണ് ഈ ഒരു ശ്വസന പ്രക്രിയ നടത്തുന്നത്. അതായത് ഇപ്പോൾ ഉറങ്ങുമ്പോൾ അവരുടെ വായ തുറന്ന് അതിലൂടെയാണ് അവർ ഇൻഹെയിൽ ആൻഡ് എക്സൈൽ ചെയ്യുന്നത്. അതുപോലെ ഓടി വന്ന് കിതച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വായിലൂടെയാണ് ഇൻഹെയിൽ ആൻഡ് എക്സൈൽ ചെയ്യുന്നത്. ആൻഡ് നോർമലായിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും ചില ആളുകൾ അവരുടെ മൂക്കിനേക്കാളും അവരുടെ വായിലൂടെയാണ് ഇൻഹെയിൽ ആൻഡ് എക്സൈൽ ചെയ്യുന്നത്. ഈ ഒരു കാര്യമെന്നുള്ളത് നിങ്ങളുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കുറയാൻ കാരണമാകും. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ 1/3 ചിലവഴിക്കുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ മൂക്കിലൂടെ അല്ലാതെ വായ തുറന്ന് അതിലൂടെയാണ് നിങ്ങൾ ഇൻഹെയിൽ ആൻഡ് എക്സൈൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഓക്സിജൻ എത്തുകയുള്ളൂ. ആൻഡ് നമ്മൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവും വളരെ കുറവായിരിക്കും. സോ ഉറക്കമെന്നുള്ള ഈ ഒരു ലോങ് പ്രോസസ്സിങ് ടൈമിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് ശരിയായിട്ടുള്ള അളവിൽ ഓക്സിജൻ എത്തിയിട്ടില്ലെങ്കിൽ, അതുപോലെ കാർബൺ ഡയോക്സൈഡിനെ ശരിയായിട്ടുള്ള അളവിൽ പുറന്തള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഡാമേജ് ആവാൻ കാരണമാകും. സോ ഇത് നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റിയെ കുറയ്ക്കും. സോ ഇതിലൂടെ ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ നിങ്ങളുടെ ബോഡിയിൽ കുറയാൻ കാരണമാകും. ഇവിടെ ആൻഡ്രൂ ഹ്യൂബർമാൻ പറയുന്നത് നിങ്ങളുടെ വായയിലൂടെ നിങ്ങളുടെ ശ്വസന പ്രക്രിയ നടത്താതെ നിങ്ങളുടെ മൂക്കിലൂടെ നിങ്ങൾ ഇൻഹെയിൽ ആൻഡ് എക്സൈൽ ചെയ്യണം എന്നുള്ളതാണ്. കാരണം മൂക്കിലൂടെ ഒരാൾ കൂടുതലായിട്ട് ശ്വസന പ്രക്രിയ നടത്തുമ്പോൾ അയാളുടെ ഇൻറ്റേർണൽ ഓർഗൻസിലേക്ക് ശരിയായിട്ടുള്ള അളവിൽ ഓക്സിജൻ എത്തുകയും അയാളുടെ ശരീരത്തിലുള്ള കാർബൺ ഡയോക്സൈഡിനെ ശരിയായിട്ടുള്ള അളവിൽ പുറന്തള്ളാനും സാധിക്കും. സോ ഇതിലൂടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒന്നും തന്നെ ഡാമേജ് ആവില്ല, ടെസ്റ്റോസ്റ്റിറോൺ ലെവലും വർദ്ധിക്കും. സോ ഇതുകൊണ്ടാണ് പണ്ട് മുതൽ തന്നെ ബ്രീത്തിങ് എക്സസൈസൊക്കെ പ്രാക്ടീസ് ചെയ്തു വരുന്നത്. സോ ഇനി നിങ്ങൾ ഉറങ്ങുമ്പോൾ നല്ല രീതിയിൽ കിതയ്ക്കുമ്പോഴൊക്കെ ഇൻറ്റൻഷനലി നിങ്ങളുടെ മൂക്കിലൂടെ കൂടുതലായിട്ടും ശ്വസിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡെയിലി നിങ്ങൾ ഒരു 10 to 15 മിനിറ്റ് വരെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് എല്ലാ സമയവും മൂക്കിലൂടെ ശ്വസന പ്രക്രിയ നടത്താൻ നിങ്ങളെ സഹായിക്കും. നമ്പർ 5, സ്റ്റാർട്ട് യുവർ ഡേ ബൈ ഡൂയിങ് സ്പ്രിൻറ്റിങ്. ഒരിക്കൽ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തു. ഇതിലവർ 96 ബോയ്സിനോട് പറഞ്ഞു 10 സെക്കൻഡ് നേരത്തേക്ക് നല്ല രീതിയിൽ സ്പ്രിൻറ്റ് ചെയ്യാൻ. സ്പ്രിൻറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ബോഡിയിൽ 2 രീതിയിലുള്ള മാറ്റങ്ങൾ റിസർച്ചേഴ്സിന് കാണാൻ സാധിച്ചു. അതിലൊന്നാമതായിട്ട് അവരുടെ ഹേർട്ട് ബീറ്റ് റേറ്റ് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമതായിട്ട് അവരുടെ ശരീരത്തിൽ 26% കൂടുതലായിട്ട് ടെസ്റ്റോസ്റ്റിറോണും വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സോ രാവിലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു എനർജറ്റിക് ഫീൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സ്പ്രിൻറ്റിങ് ചെയ്യുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.